ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുള്ളത് വളരെ വിശദമായി പറഞ്ഞു തരാൻ സ്വാതി ഉണ്ട് എനിക്കിപ്പം. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വേനൽ മഴയൊക്കെ പല ജില്ലകളിലും കാര്യമായി തന്നെ പെയ്തതുകൊണ്ട് ആ മഴയുടെ ഒരു തണുപ്പിലൊക്കെ പ്രകൃതിയൊക്കെ കുറച്ച് തണുത്തിരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും ചൂട് കൂടുന്നു എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാപ്പ് പരിശോധിക്കാം. മാപ്പിൽ ഇന്ന് എവിടെയും മഴ മുന്നറിയിപ്പ് ഇല്ല എന്നുള്ളതാണ്. എല്ലായിടത്തും ഗ്രീൻ കളറിൽ തന്നെയാണ്. അതായത് എവിടെയും മഴയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്ത് ആ പ്രകൃതി കുറച്ചൊക്കെ ഒന്ന് തണുത്തു വന്നതാണ്. പക്ഷേ ഇന്ന് ഒരിടത്തും മഴയില്ല. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ചെറിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും മഴയുണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മഴ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടിനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെ ഇന്ന് രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ വലിയ തരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പാലിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു. നമുക്കറിയാം ആ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് പാലിക്കേണ്ടത് എന്നുള്ളത്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് എവിടെയും മഴ മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ പെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ ചൂട് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഓരോ ഏതൊക്കെ ജില്ലകളിലാണ് കൂടിയ താപനില എന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും പാലക്കാട് തന്നെയാണ് കൂടിയ താപനില. 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാം എന്നുള്ളതാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തത് കൊണ്ടാകാം ചൂട് വളരെയധികമായിട്ട് കൂടും. 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പാലക്കാട് താപനില കൂടും എന്ന് പറയുന്നത്. പിന്നീട് വലിയ തരത്തിൽ ചൂട് അനുഭവപ്പെടുന്ന 2 ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂരും കോഴിക്കോടുമാണ്. 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാം. അതായത് വടക്കൻ ജില്ലകളിലാണ് വലിയ തരത്തിൽ ചൂട് ഇന്ന് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ മറ്റെല്ലാ ജില്ലകളിലും ഉയർന്ന ചൂട് മുന്നറിയിപ്പ് 35-34 ഡിഗ്രി സെൽഷ്യസ് മുന്നറിയിപ്പ് തന്നെയാണ് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും അറിയിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും വലിയ ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൂടുള്ള സമയത്ത് എടുത്തിരുന്ന മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ സമയത്താണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്, അതുപോലെ തന്നെ കുട എടുക്കുക എന്നുള്ളതും ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്. അത്തരം മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥ സംബന്ധമായിട്ട് പ്രധാനമായും പറയാനുള്ളത്. സേതുലക്ഷ്മി. ഓക്കെ സ്വാതി.